ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന് അർജുനന് തോന്നി. ആ നിമിഷം അർജുനന്റെ അരികിലേക്ക് വരുണൻ, കുബേരൻ, യമൻ മുതലായ ദിക്പാലകന്മാർ എത്തിച്ചേർന്നു. അവരെല്ലാം അർജുനനെ അനുഗ്രഹിച്ചു. അതുമാത്രമല്ല, ദിവ്യമായ പല ആയുധങ്ങളും അർജുനന് നൽകുകയും ചെയ്തു. അപ്പോഴതാ ഐരാവതത്തിൽ കയറി ചക്രവർത്തിയായ ഇന്ദ്രൻ അർജുനന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അർജുനൻ ബഹുമാനത്തോടെ ഇന്ദ്രനെ സ്വീകരിച്ചു. ഇന്ദ്രൻ അർജുനനോട് പറഞ്ഞു, അല്ലയോ കുന്തിപുത്ര, പരമമായ സിദ്ധി നേടി നീ ദേവഗതിയെ പ്രാപിച്ചിരിക്കുന്നു. ഇനി മഹത്തായ ദേവകാര്യങ്ങളൊക്കെ നീ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ നീ തയ്യാറാവുക. നിന്നെ കൊണ്ടുപോകുവാനായി മാതലി ഇപ്പോൾ രഥവുമായി ഇവിടെ എത്തിച്ചേരും. അവിടെ വെച്ച് നിനക്ക് ആവശ്യമായ ദിവ്യാസ്ത്രങ്ങൾ ഞാൻ തരുന്നതാണ്. ഉടനെ ആകാശമണ്ഡലത്തിൽ പ്രകാശം പരന്നു. ഉജ്ജ്വലമായ രഥം അവിടെ എത്തുന്നു. തേരിന്റെ പ്രഭയും അലങ്കാരങ്ങളുമൊക്കെ കണ്ട് അർജുനൻ ആശ്ചര്യഭരിതനായി അങ്ങനെ നിന്നുപോയി. മാതലി അർജുനന്റെ മുന്നിലെത്തി ഇപ്രകാരം പറഞ്ഞു, പാർത്ഥ, അങ്ങ് വേഗം തേരിൽ കയറിയാലും അങ്ങയെ കൂട്ടിക്കൊണ്ടുപോരുവാനുള്ള ഇന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളും അങ്ങയെ കാണുവാനായി സ്വർഗത്തിൽ കാത്തിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഈ ഭൂലോകം വിട്ട് സ്വർഗത്തിലേക്ക് ദയവായി വന്നാലും. അർജുനൻ സ്വർഗത്തിലേക്ക് പോകുവാൻ തയ്യാറായി. ഗംഗാ സ്നാനം ചെയ്ത് പരിശുദ്ധനായി മന്ധര പർവ്വതത്തോട് യാത്ര പറഞ്ഞ് മാതലിയുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ദ്രരഥത്തിലേക്ക് അർജുനൻ അതാ കയറുന്നു. ആ രഥം അർജുനനെയും വഹിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അങ്ങനെ ആർക്കും സാധ്യമാകാത്ത ആ സൗഭാഗ്യയാത്ര അർജുനനെ വിസ്മയഭരിതനാക്കി.